ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമ്മളിതാ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡെക്കറാണ്ട് ചെയ്തെടുക്കാൻ പോണേ. അപ്പോൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് പേപ്പർ ട്യൂബ്സ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു ഇറുക്കിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ പേപ്പർ ട്യൂബൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റത്തുനിന്ന് നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു 12 എണ്ണം നമ്മളിതാ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പീസും സെയിം ലെങ്ത്തിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 4 പേപ്പർ ട്യൂബ്സ് വെച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ആകെ 12 പേപ്പർ ട്യൂബ്സാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 സെറ്റായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. അങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ ഈ 3 സെറ്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഒരുമിച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കളർ പേപ്പറാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 കളറിൽ പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. റെഡും പിന്നെ ബ്ലാക്ക് കളറാണ് എടുത്തേക്കണേ. ഒരു കാർഡ്ബോർഡിൽ നിന്നായിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ ഉണ്ടല്ലോ, അതിൽ നിന്നായിട്ട് ആ ഒരു ഷേപ്പിൽ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 കളറിൽ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോന്നിലും 4 പീസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കണേ. അങ്ങനെ ആകെ നമ്മൾ 8 എണ്ണമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ നമ്മുടെ 8 പേപ്പർ പീസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ മാർക്കർ പെൻ വെച്ചിട്ട് തന്നെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ബ്ലാക്ക് കളർ പേപ്പറിലായിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ വൈറ്റ് കളറിൽ പെയിൻറ്റ് വെച്ചിട്ടാണ് വരച്ചെടുക്കണേ. അങ്ങനെ 2 സൈഡിലും വരച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിട്ടും ഇതുപോലെ നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളറിലെ ആക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ ബട്ടർഫ്ലൈനെ ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ബ്ലാക്ക് പേപ്പറിലായിട്ടും ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നമ്മൾ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പേപ്പർ ബട്ടർഫ്ലൈസൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ ട്യൂബ്സ് ഉണ്ടല്ലോ, അതുമേലായിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വരച്ച് കൊടുത്തേക്കുന്നതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടണേ. ഇനിയിപ്പോൾ ഇതിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 2 സൈഡിലേക്കായിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കണേ. ആണെങ്കിൽ നമുക്ക് ആ ഒരു പേപ്പർ ട്യൂബ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ബട്ടർഫ്ലൈസിന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴും കാണാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈസിൻ്റെ സൈസ് ഉണ്ടല്ലോ, വലുതിൽ നിന്ന് ചെറുതായിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോഴും കാണാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ആ ഒരു ഐഡിയ അനുസരിച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
ഇങ്ങനെയെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കറാണ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതൊരിക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.